ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു Q&A ചെയ്യാമെന്നൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. ഞാനിങ്ങനെ പോസ്റ്റൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ കുറേ ക്വസ്റ്റ്യൻസൊക്കെ കമൻറ്റിൻ്റെ അടിയിൽ ചോദിക്കണുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഒരു Q&A ചെയ്യാമെന്ന് വിചാരിക്കണം കേട്ടോ. Q&A ഒന്നും അല്ല, നമുക്ക് വെറുതെ ഒന്ന് സംസാരിക്കാമെന്നുള്ളതാണ്. അപ്പം അന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെക്കുറിച്ച് കുറേ കൂടുതൽ പറയണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ സ്ഥലം ട്രിവാൻഡ്രമാണ് കേട്ടോ. എൻ്റെ പേര് നിഷ എന്നാണ്. എന്നാലും എനിക്ക് ഇട്ടിരിക്കുന്ന പേരെന്ന് പറഞ്ഞാൽ നിയ എന്നാണ് കേട്ടോ. നിയ എന്ന് വിളിക്കണമെന്ന് എനിക്കിഷ്ടം, അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ചാനലിനും പേരിട്ടിരിക്കുന്നത്, നിയ ഹോം വ്ലോഗ് എന്ന് പറഞ്ഞിട്ട്. ഡിപ്രഷൻ മാറാനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇപ്പോൾ വീഡിയോസൊക്കെ ചെയ്യണത്. ഏറ്റവും മോശപ്പെട്ട സമയം ലൈഫിൽ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 2010 ആ കാലഘട്ടമാണ് കേട്ടോ. 2010 എനിക്കെന്താണ് പറ്റിയെന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് പ്രഗ്നൻ്റ് ആവുകയാണ് കേട്ടോ. ആ സമയത്ത് എനിക്കെന്താ പറ്റിയെന്ന് വെച്ചാൽ നമ്മൾ അറിയില്ല കേട്ടോ. എനിക്ക് അന്ന് വെറും 18 വയസ്സ് ആ സമയമാണ് കേട്ടോ. അപ്പം ഞാൻ പ്രഗ്നൻ്റ് ആയി 1 മാസം 2 മാസമൊക്കെ ആയ സമയമായപ്പോഴത്തേക്കും എനിക്കിങ്ങനെ ചെറുതായിട്ട് അത് ഡോട്ടായിട്ട് എനിക്ക് ബ്ലീഡിങ് പോലെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എനിക്ക് അറിഞ്ഞൂടാ ഇതെന്താണ്, അങ്ങനെ പറയണം അങ്ങനെയൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ വെച്ചാൽ സാധാരണമായിരിക്കുമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനത് വീട്ടിലൊന്നും പറഞ്ഞില്ലായിരുന്നു കേട്ടോ. വീണ്ടും ഞാൻ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ബാത്റൂമിൽ പോകുമ്പോൾ ചെറുതായിട്ട് എൻ്റെ പാൻറ്റിലൊക്കെ ഇതുപോലെ ബ്ലീഡിങ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിത് വീട്ടിലൊന്നും പറഞ്ഞില്ല. പക്ഷേ ഇത് സാധാരണമായിരിക്കുമെന്ന് വിചാരിച്ചു. അന്ന് അറിവില്ലല്ലോ നമുക്ക്. അതുപോലെ തന്നെ അന്ന് ഇങ്ങനെ യൂട്യൂബ് കാര്യങ്ങളൊന്നും ഭയങ്കര ഇതായിട്ടില്ല. അപ്പോഴത്തേക്കും നമുക്ക് അങ്ങനെയും അറിയാനുള്ള ഇതൊന്നും ആയിട്ടില്ല കേട്ടോ. ആരെങ്കിലുമൊക്കെ പറഞ്ഞു തരാനും ഇല്ല. അപ്പം ഞാൻ ഇതൊന്നും വീട്ടിൽ പറഞ്ഞില്ല. ഞാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ അടുത്ത ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും നമുക്ക് ചെക്കപ്പിന് പോകണം. അപ്പോൾ ചെക്കപ്പിന് പോകുമ്പോഴത്തേക്കും നമുക്ക് അവിടെ ചെന്ന് പറയാമല്ലോ എന്ന് വിചാരിച്ചു. ഡോക്ടറിനോട് അപ്പം പറയാമല്ലോ എന്ന് വിചാരിച്ചു. എന്തായാലും ചെക്കപ്പിന് ഒരാഴ്ച കഴിഞ്ഞ് പോവല്ലേ, അപ്പം പറയാമെന്ന് വിചാരിച്ചു. എൻ്റെ അറിവില്ലായ്മ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് ചെന്നപ്പോഴേ ഞാൻ ചുമ്മാ ഡോക്ടർ എല്ലാ കാര്യങ്ങളും സംസാരിച്ചിരുന്നപ്പോഴാണ് ഞാൻ ഡോക്ടറിനോട് ഇങ്ങനെ പറഞ്ഞു, ഡോക്ടർ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ ഡോക്ടർ നന്നായിട്ട് ദേഷ്യപ്പെട്ടു. നിങ്ങൾ എന്താ ഉദ്ദേശിക്കണേന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് അറിയുന്നത് ഹാർട്ട് ബീറ്റ് ഇല്ല എന്നുള്ളത്. അങ്ങനെ എനിക്കത് ഇതാക്കേണ്ടി വന്നു കേട്ടോ. അതെന്നെ മാനസികമായിട്ട് ഒരുപാട് വിഷമമുണ്ടാക്കി. കാരണം 18 വയസ്സ് ആ ഒരു സമയമാണെങ്കിൽ പോലും ഒരു കുഞ്ഞിന് വേണ്ടി ആ സമയം ഞാൻ ഭയങ്കര ഒരു സന്തോഷം ഉണ്ടായിരുന്ന ഒരു സമയമായിരുന്നു കേട്ടോ. ആദ്യത്തെ പ്രഗ്നൻസി എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് അതെന്നെ ഒരുപാട് മാനസികമായിട്ട് തളർത്തിയ ഒരു സമയമായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഒരു 2-3 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും പ്രഗ്നൻ്റ് ആയിട്ടോ. പിന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും വീട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ എന്തായാലും ഒരു നല്ല മോനെ എനിക്ക് ദൈവം തന്നു കേട്ടോ. അത് കഴിഞ്ഞ് 2010 ഡിസംബറിലാണ് കേട്ടോ ഞാൻ വീണ്ടും പ്രസവിച്ചത്. എൻ്റെ മോൻ്റെ ജനനം 2010 ഡിസംബർ. അപ്പോഴത്തേക്കും ഞാനാണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയവും ഇതേപോലെ തന്നെ എനിക്ക് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ അങ്ങനെ ആണെന്നൊന്നും അറിയത്തില്ലായിരുന്നേ. എനിക്ക് ആ ഒരു 4-5 മാസം എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. പക്ഷെ കുഞ്ഞിനെ ഞാൻ പൊന്നു പോലെ നോക്കുമായിരുന്നു. എനിക്ക് ജീവനായിരുന്നു കേട്ടോ. രാത്രിയൊക്കെ എണീച്ച് ഞാൻ അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു. പക്ഷേങ്കിൽ ഞാൻ ചുമ്മാ ഇങ്ങനെ കരയുമായിരുന്നു. എന്താ കാര്യം അങ്ങനെ ഒന്നും എനിക്ക് അറിയണം. ഞാൻ വെറുതെ ഇങ്ങനെ കരയുമായിരുന്നു. എനിക്ക് അപ്പോൾ വിസിറ്റേഴ്സൊക്കെ ഒരുപാട് വരുന്ന സമയമാണ്. അപ്പോഴത്തേക്കും ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവരൊന്നും എനിക്ക് കാണണ്ട, എന്തിനാണ് ഇവരൊക്കെ വരുന്നത്, എന്തിനാണെന്ന് പറഞ്ഞ് ഭയങ്കര ദേഷ്യം. അതുപോലെ തന്നെ കരയുമായിരുന്നു. അന്നും എനിക്ക് അറിവില്ലായിരുന്നു കേട്ടോ ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത്. പിന്നെ ഇപ്പം ഞാൻ ഓരോ കാര്യങ്ങളൊക്കെ കാണുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ഭയങ്കര സൂയിസൈഡിങ് ടെൻഡൻസിയും ഉണ്ടായിരുന്നു ആ സമയം. മരിച്ചു കളഞ്ഞാലോ എന്നൊക്കെ തോന്നുമായിരുന്നു കേട്ടോ. അന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഈ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ഇങ്ങനെയൊക്കെ വരുമെന്നുള്ളത്. പക്ഷെ ഇപ്പം എനിക്ക് ഏറെക്കുറെ
അറിവൊക്കെ മനസ്സിലായിട്ടോ. ഓക്കെ, ഇങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ട്, ഇങ്ങനെയൊക്കെ ആയിരുന്നു അന്ന് എനിക്ക് വന്നത്, അങ്ങനെയായിരുന്നു എന്നൊക്കെ മനസ്സിലായിട്ടോ. കുറേ അറിവില്ലായ്മ കൊണ്ടും പ്രായത്തിൻ്റെ ഒരു ചെറുതാണല്ലോ നമ്മൾ ആ സമയമൊക്കെ. ഇപ്പം ഞാൻ എൻ്റെ കസിൻസിൻ്റെ മക്കൾ, നീസ് ഉണ്ടല്ലോ, ചേച്ചിമാരുടെ മക്കളുടെ കുട്ടികളൊക്കെ ഇപ്പം മാരേജ് പ്രായമൊക്കെ ആയ പിള്ളേരാണ്. അപ്പോൾ അവരോടൊക്കെ ഞാൻ പറയും കേട്ടോ, നിങ്ങൾ ഇപ്പോഴൊന്നും കല്യാണം കഴിക്കരുത്. നിങ്ങളൊരു മെച്യൂരിറ്റി വന്നതിന് ശേഷം നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം ഒരു പ്രാപ്തി വേണം, സ്വന്തം കാലിൽ നിന്നിട്ട് വേണം നിങ്ങൾ കല്യാണം കഴിക്കാനെന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് ഞാൻ, എല്ലാവർക്കും ജോലിയൊക്കെ ആയതിനു ശേഷമേ കല്യാണം കഴിക്കാവൂ എന്നുള്ളത്. പിന്നെ ഞാൻ ജോലിക്കൊന്നും ട്രൈ ചെയ്തിട്ടില്ലേന്ന് ചോദിച്ചാൽ ഞാൻ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ. കമ്പ്യൂട്ടർ ആയാലും ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. പിന്നെ പി ജി എക്സാമൊന്നും എഴുതിയില്ല, പക്ഷെ ഞാൻ PG പഠിച്ചിട്ടുണ്ടായിരുന്നു ഡിസ്റ്റൻ്റായിട്ട്. അങ്ങനെയൊക്കെ ഞാൻ കുറേ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേങ്കിൽ ഇല്ല. ഇപ്പം എൻ്റെ അച്ഛനാണ് എന്നോട് പറഞ്ഞത്, വെറുതെ ഒറ്റയ്ക്കിരുന്ന് ഓരോന്ന് ആലോചിച്ച് സമയമൊന്നും കളയരുത്, നമ്മൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ എനിക്ക് സ്വന്തമായിട്ടൊരു ഷോപ്പുണ്ട്, നക്ഷത്ര ടെക്സ്റ്റൈൽസ് എന്നാണ് അതിൻ്റെ പേര്, വട്ടപ്പാറയാണ്. എൻ്റെ വീടിനോട് ചേർന്നുള്ള ഷോപ്പാണ് കേട്ടോ, ഞങ്ങളുടെ സ്വന്തം ഷോപ്പാണ്. അപ്പോൾ അവിടെ ഞാൻ ഇപ്പോൾ ഒരു ടെക്സ്റ്റൈൽസ് തുടങ്ങിയിരിക്കുകയാണ്. ലേഡീസിൻ്റെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. ഇപ്പോൾ ലേഡീസിനെ തുടങ്ങിയിട്ടുള്ളൂ, ഇനി ഫ്യൂച്ചറിൽ എല്ലാം മൊത്തത്തിൽ തുടങ്ങണമെന്നാണ് എൻ്റെ ആഗ്രഹം. അടിപൊളി ടോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് തുടങ്ങാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഭയങ്കര ഓവർ തിങ്കിങ് ആയിരുന്നു. കഴിഞ്ഞ വർഷം ഈ സമയമൊക്കെ എനിക്ക് ഭയങ്കര ഓവർ തിങ്കിങ് പോലെ, ഭയങ്കര ടെൻഷനും. അപ്പോൾ എൻ്റെ മോൻ വെക്കേഷന് എൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിൽ പോയിരുന്നു. അപ്പം അച്ഛന് സ്ഥലം മാറ്റമായിരുന്നു. അപ്പം ഞാൻ അച്ഛനെയും അമ്മേരെയും കൂടെയാണ് നിന്നിരുന്നത്. അപ്പം ഞാനും അച്ഛനും അമ്മയും മാത്രമേ ഉള്ളായിരുന്നു വീട്ടിൽ. ആ സമയത്ത് ഞാൻ വെറുതെ സിനിമ ഡൗൺലോഡ് ചെയ്ത് കണ്ടും ഒക്കെ അങ്ങനെ സമയം കളയുമായിരുന്നു. അപ്പോഴാണ് എൻ്റെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞത്, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമോ, അപ്പോൾ എന്തെങ്കിലും ഒരു സന്തോഷമായിട്ട് ഇരിക്കാമല്ലോ, എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ ഈ ടെക്സ്റ്റൈൽസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഫുൾ സപ്പോർട്ട് എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ. ഹസ്ബൻഡും അച്ഛനുമാണ് എന്നെ ഫുൾ സപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ ടെക്സ്റ്റൈൽസ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അങ്ങനെ ഇപ്പോൾ അതുമായിട്ട് എൻഗേജ് ചെയ്ത് പോകും. അപ്പം അങ്ങനെ പോകുന്ന ദിവസം, അത് ഷോപ്പിൽ സ്റ്റാഫുണ്ട്, ഞാൻ പോകുന്ന, പിന്നെ അച്ഛനും അമ്മയും കൂടി നോക്കും. ഞാൻ പോകുന്ന ദിവസം അങ്ങനെ, പിന്നെ പോകാത്ത ദിവസമാണ് ഞാൻ വീഡിയോസൊക്കെ ഇപ്പോൾ ഇടുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു യൂട്യൂബിലും കൂടെ കുറച്ച് എൻഗേജ്ഡ് ആയി ഇരിക്കണമെന്ന് വിചാരിച്ചു. എനിക്ക് വീഡിയോസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെയാണ് ഞാൻ ഒരു ഇൻസ്പിറേഷൻ പോലെ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. വെറുതെ വീട്ടിൽ ഇരുന്ന ഒരു ഹൗസ് വൈഫ് എന്ന് പറഞ്ഞാൽ, അത് സത്യം പറഞ്ഞാൽ അങ്ങനെയൊരു സംഭവം ഉണ്ട് കേട്ടോ. അതൊരു കാര്യമുണ്ട്. എന്ന് വെച്ചാൽ ഞാനൊരു ദിവസം എൻ്റെ മോൻ്റെ ഫോം ഫില്ല് ചെയ്ത സമയത്ത് ഞാൻ ഇങ്ങനെ ഫോം ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു അകന്ന ഒരു റിലേറ്റീവിൻ്റെ മോൻ, ഒരു കൊച്ചുകുട്ടിയാണ്, ഒരു 8 7 പഠിക്കുന്ന ഒരു കുട്ടി. ആ കുട്ടി അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ ഫോം ഫില്ല് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും പാരൻസിൻ്റെ ഒക്കുപ്പേഷൻ വരുമല്ലോ. അപ്പം ഹസ്ബൻഡിൻ്റെ ഒക്കുപ്പേഷൻ എഴുതി. ഹസ്ബൻഡ് ഗവൺമെൻറ് സർവീസിലാണ് കേട്ടോ, പോലീസ് ഗവൺമെൻറ് സർവീസിലാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ ഒക്കുപ്പേഷൻ എഴുതാനായിട്ട് പോയപ്പോഴത്തേക്ക് ആ കൊച്ചി ഇങ്ങനെ പറഞ്ഞു കേട്ടോ, ഇല്ലെന്നും കിട്ടാൻ പോയേ, അങ്ങനെ എന്തോ പറഞ്ഞു. അതെനിക്ക് കളിയാക്കി ജസ്റ്റ് പറഞ്ഞതാണ്, എന്നെ ഹേർട്ട് ചെയ്യണമെന്ന് വിചാരിച്ച് പറഞ്ഞതല്ല, ജസ്റ്റ് തമാശയായി പറഞ്ഞു. പക്ഷെ എനിക്കത് ഹേർട്ടായി കേട്ടോ. അപ്പം ഞാൻ ആ നില്ലെന്ന് എഴുതിയ സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വന്നു. അങ്ങനെയാണ് ഞാൻ പിന്നീട് അത് അച്ഛനുമായിട്ട് ഷെയർ ചെയ്ത സമയത്താണ് അച്ഛൻ പറഞ്ഞത്, അത് നിനക്ക് ഇത്രയും പഠിച്ചിട്ട് നിനക്ക് ജോലിക്ക് പോകാൻ താല്പര്യമില്ല, മോൻ്റെ കാര്യം നോക്കണം, അതുകൊണ്ടാണല്ലോ നീ ജോലിക്ക് പോകാത്തത്. അപ്പം അതുകൊണ്ട് അത് കുഴപ്പമില്ല, പക്ഷേ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ ഫില്ല് ചെയ്യുമ്പോൾ എനിക്കൊരു ബിസിനസ് വിമൺ എന്നെങ്കിലും എഴുതാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ. അപ്പം അത് ഞാൻ അതൊരു സ്വന്തമായിട്ട് വരുമാനവും എനിക്ക് ഉണ്ടാക്കാൻ പറ്റി, അതുപോലെ തന്നെ സ്വന്തം കാലിൽ നിൽക്കാനും പറ്റി. പിന്നെ ഞാൻ ഒരുപാട് പാഠം പഠിച്ചിട്ടുണ്ട്. കാരണം സ്വന്തമായിട്ട് നമ്മളെ കയ്യിൽ ഒരു 5 പൈസ ഇല്ലെങ്കിൽ നമ്മൾ പെട്ടത് തന്നെയാണ്. ആർക്കും ചോദിക്കാനും പ്രശ്നമാണ്. ചോദിച്ചാൽ തരൂല എന്നല്ല, പക്ഷെ എനിക്ക് ചോദിക്കാൻ മടിയാണ് കേട്ടോ. അപ്പം അതൊക്കെ കൊണ്ടിട്ടാണ് ഞാനിപ്പോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. എനിക്ക് അത്യാവശ്യം അതിൽ നിന്ന് ഏർണിങ്സ് കിട്ടുന്നുണ്ട് കേട്ടോ. എൻ്റെ ഷോപ്പിൽ ഇനി ഓൺലൈനും കൂടി തുടങ്ങണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം കേട്ടോ. അതിന് ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ പ്രൗഡാണ്, എനിക്ക് ഭയങ്കര അഭിമാനമാണ്. കാരണം വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു
ഒരു ഇതിലോട്ട് മാറ്റി ഒരു നമ്മൾ വീട്ടു ജോലി ചെയ്യുമ്പോൾ ഒരു അവസ്ഥയാണല്ലോ, ആ ഒരു അവസ്ഥയിലോട്ട് കൊണ്ടുവരാനൊക്കെ പറ്റുമായിരുന്നു. പക്ഷെ അവിടെ നിന്ന് ഞാൻ ഉയർത്തെഴുന്നേറ്റ് വന്നതാണ് കേട്ടോ. എൻ്റെ വേറൊരു ലൈഫ് സ്റ്റോറിയാണ്, അത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ലെങ്ത് ആവും. അപ്പം ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ അതിനെപ്പറ്റി പറയാം കേട്ടോ. ആ ഒരു ഉയർത്തെഴുന്നേറ്റ് വന്നത്, ഡിപ്രഷൻ സ്റ്റേജിൽ നിന്ന് എങ്ങനെയാണ് ഉയർത്തെഴുന്നേറ്റ് വന്നതെന്നുള്ളത് പറയാം കേട്ടോ. ഇപ്പം ലെങ്ത് കൂടി പോകും. പറഞ്ഞു വന്നാൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്താ പറയുക, ഇനി അടുത്ത് എന്താ പറയുക, ഇനി അടുത്ത എയിമൊക്കെ എന്താണെന്നുള്ളതെന്ന് വെച്ചാൽ എനിക്ക് ബിസിനസ് കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം, കുറച്ചുകൂടി നല്ല രീതിയിൽ കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ. അതിന് വേണ്ടി കുറച്ചുകൂടി ട്രൈ ചെയ്യണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് കേട്ടോ. അടുത്തെന്ന് പറഞ്ഞാൽ ബോഡി ഷെയിമാണ് എൻ്റെ കാര്യം. ബോഡി ഷെയിമിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് വണ്ണമുണ്ട്. ഞാൻ കൊച്ചുനാൾ മുതലേ എനിക്ക് വണ്ണമുണ്ട് കേട്ടോ. കാരണം ഞാൻ എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ രണ്ടാമത്തെ മോളാണ് കേട്ടോ. അപ്പം എന്താണ്, അവർക്ക് കുറച്ച് ലേറ്റായിട്ട് കിട്ടിയൊരു മോളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എപ്പോഴും വാരി തന്ന് ഒക്കെയാണ്. ഞാൻ നല്ലോണം കഴിക്കുകയും ചെയ്യും, അവരെനിക്ക് വാരി തന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. അങ്ങനെ ഞാൻ നല്ല തടിയുണ്ടായിരുന്നു കൊച്ചുനാൾ പോലെ. അങ്ങനെ ഒരു +2 ഒക്കെ ആയപ്പോഴാണ് ഞാൻ വണ്ണമൊക്കെ കുറച്ച് തുടങ്ങിയത് കേട്ടോ. പിന്നെ ഞാൻ കല്യാണം കഴിഞ്ഞ് കുഞ്ഞൊക്കെ ആയതിനു ശേഷം ഞാൻ ഡയറ്റ് ചെയ്ത് നടന്നു നോക്കുക 2-3 പ്രാവശ്യം വണ്ണം കുറച്ചതാണ്. പക്ഷേ എനിക്കത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റിയില്ല. പിന്നെ എനിക്ക് ഈ കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞില്ല, ഡിപ്രഷൻ സ്റ്റേജ് വന്ന സമയത്താണ് 25 കിലോളം ഞാൻ കൂടിയിട്ടുണ്ട് എക്സ്ട്രാ. അപ്പോൾ അത് ഇനിയിപ്പോൾ കുറയ്ക്കണമെന്നും കൂടി ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പതുക്കെ ഒറ്റ ട്രിപ്പിന് സ്റ്റാർട്ട് ചെയ്യാതെ പതുക്കെ ഞാൻ അത് വേണ്ടി സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വെയിറ്റ് കുറയ്ക്കണമെന്നുള്ളതും കൂടി എൻ്റെ ഒരു ആഗ്രഹം. ഞാൻ ഒരുപാട് ബോഡി ഷേമിങ് നേരിട്ടിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ കമൻസിൽ വരുന്നുണ്ട് കേട്ടോ, തടിച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് കമൻസൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ അതൊക്കെ ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആദ്യമൊക്കെ പേടിച്ച് ഡിലീറ്റ് ചെയ്ത് കളയുമായിരുന്നു. ഇപ്പം ഞാനതൊക്കെ എന്താ അവർ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. ഇപ്പോൾ ബോഡി ഷെയിം ചെയ്താൽ എന്ത്, ചെയ്തില്ലെങ്കിൽ എന്നാ, നമ്മൾ നല്ല നല്ല വീഡിയോസ് നല്ല കണ്ടൻസൊക്കെ ചെയ്യുക എന്നുള്ളത്. ഒരുപാട് പേര് ഇപ്പോൾ എനിക്ക് സപ്പോർട്ട്, ഈ ഒരു മാസം തന്നെ എനിക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് അവരെന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഞാൻ എന്താണ്, വീട്ടിലെ ജോലിയൊക്കെ ഒരുപാട് കിടന്ന് ചെയ്യുന്നുണ്ടല്ലോ. അതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒറ്റയ്ക്കായാലും സിംഗിളായാലും ഫാമിലി ആയാലും എങ്ങനെയായാലും നമുക്ക് ചെയ്യേണ്ട ജോലികൾ നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. നമുക്കിപ്പോൾ എന്തായാലും ഫുഡ് കുക്ക് ചെയ്യണം, എന്നും നമുക്ക് പുറത്തുനിന്ന് വാങ്ങാനൊന്നും പറ്റില്ല. പിന്നെന്താണ്, പാത്രം കഴുകൽ എനിക്കിഷ്ടമില്ലാത്തൊരു ജോലിയാണ്, അതെന്തായാലും ചെയ്താൽ പറ്റുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കിടക്കുന്ന സ്ഥലം വൃത്തിയാക്കണം, അടിച്ചു വാരണം, തൂക്കണം, തുടയ്ക്കണം, ഇതൊക്കെ നമ്മൾ എവിടെയായാലും നമ്മൾ സിംഗിളായാലും ചെയ്തേ പറ്റുള്ളൂ. അതിൽ കുറ്റമൊന്നുമില്ല. പിന്നെ അതൊക്കെയാണ് കൂടുതലും റീൽസായിട്ടൊക്കെ എടുത്തിടുന്നത് കേട്ടോ. നിങ്ങളെനിക്ക് ഇത്രയും കാലം തന്ന സപ്പോർട്ട് ഇനിയും തരണം. നെക്സ്റ്റ് വേറൊരു Q&A അല്ലെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് പിന്നെ വരാം കേട്ടോ. എന്നെങ്കിലും എൻ്റെ യൂട്യൂബ് ചാനൽ സക്സസ് ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്താണ്, അപ്പോൾ ഇന്നിപ്പോൾ ലെങ്ത് കൂടി പോകണതുകൊണ്ട് ഇപ്പോൾ ഇവിടെ വെച്ച് നിർത്താണ് കേട്ടോ. അപ്പോൾ നിയ ഹോം വ്ലോഗ് എന്നാണ് എൻ്റെ ചാനലിൻ്റെ പേര്. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞാൻ ഓവർ ആക്ടിങ് ചെയ്യുന്നതൊന്നുമല്ല, ഓൾറെഡി എൻ്റെ സംസാരവും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെയാണ് കേട്ടോ. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ഞാൻ പിന്നെ എന്തെങ്കിലും ചോദിക്കാനൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ഇടണേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം. ടാറ്റ, ബൈ.